സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് നിസ്കാരവും അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തോ വലിയ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ജിഹാദികൾ വന്നിട്ട് ഈ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഭയങ്കര വെളുപ്പീര് നടത്തുന്നതാണ്. അപ്പോൾ ഈ കോളേജിൽ നിസ്കരിക്കാൻ മുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം നടത്തുകയും നിസ്കാരം അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് പല ജിഹാദികളും രംഗത്ത് വന്നവർ ഭയങ്കര വലിപ്പമാണ് പറയുന്നത്. മനുഷ്യന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഭയങ്കര വലിപ്പത്തിലാണ് ഇവരുടെ നിസ്കാരവും ഇവരുടെ സ്ത്രീകളെ പറ്റിയൊക്കെ അങ്ങോട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ചിരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാൻ വയ്യാത്തവർ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഇവര് സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തോ വലിയ സംഭവമാണല്ലോ, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവരുടെ ജീവിതം വലിയ സംഭവമാണല്ലോ, അവരുടെ നിസ്കാരം വലിയ സംഭവമാണല്ലോ എന്നൊക്കെ തോന്നിപ്പോകാം. പക്ഷെ ഇസ്ലാമും അവരുടെ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കിയ ഒരു മനുഷ്യനും ഇസ്ലാമിലെ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. സ്ത്രീകളുടെ നിസ്കാരത്തെ പറ്റി ഒരു രഹസ്യമാക്കി പരസ്യമാക്കി പറയുന്നത് ഇസ്ലാമിലുള്ളവര് പറയുന്നത് കേൾക്കണം. കാരണം അവരുടെ ഒരു രഹസ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം കേൾക്കണം. ആദ്യ സമയത്തൊക്കെ പറയുന്നത് ഈ ഇസ്ലാമിൽ ഒരു കാരണവശാലും പൊതുനിരത്തിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ. ഇദ്ദേഹം ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തല്ലേ ജീവിക്കുന്നത്? ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണോ സുഹൃത്തെ താങ്കൾ ജീവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഇങ്ങോട്ടൊന്നും വന്നില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കുക. യൂറോപ്പിലുള്ള രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും നടു റോഡിൽ വാഹന ഗതാഗതം ഒരു കാരണവശാലും നടക്കാത്ത രീതിയിൽ നടു റോഡിൽ ഉച്ച സമയങ്ങളിലൊക്കെ ഉള്ള നിസ്കാര പരിപാടി കാണണം നിങ്ങൾ. എന്നിട്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മറച്ചു വെച്ചത്? നിങ്ങളത് തുറന്നു പറ. ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ റോഡിലൊക്കെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും പാടില്ല എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ കണ്ടതല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പല സ്ഥലത്തും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അടുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലെ വിഷയങ്ങൾ പോലെയാണെങ്കിൽ പോലും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർ അറിയിച്ചുകൊണ്ട്, യഥാർത്ഥ ശരീഅത്ത് നിയമം, യഥാർത്ഥ ഇസ്ലാമിന്റെ നിയമം, യഥാർത്ഥ ഖുറാന്റെ നിയമം, ഹദീസിന്റെ നിയമം, നിങ്ങളുടെ മാതൃകാ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് ചെയ്ത് കാണിച്ച യഥാർത്ഥ നിയമങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളതെല്ലാം മറച്ചു വെച്ചിട്ട് ഏതാണ്ട് വലിയ ആദ്യമേ വന്നിട്ട് പറയുന്നത് അവിടെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അതുപോലെ തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരലോകത്തിന് വേണ്ടിയുള്ള പരലോക ജീവിതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം. ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ലോക ജീവിതം. ആ തയ്യാറെടുപ്പിന് നാം ചെയ്യേണ്ടത് ഈ ലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ട രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ചില മാനദണ്ഡങ്ങൾ, ചില രൂപങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒമൻ അറാദൽ ആഖിറത വസഅ ലഹ സഅയഹ വഹുവ മുഅ്മിൻ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതായത് അള്ളാഹു ഈ പരലോകത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം എന്ന് പറഞ്ഞാൽ ചില രൂപങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് അല്ല മുഹമ്മദിയ, ഈ പരലോകം എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഉടനെ പറയാം പരലോകത്ത് അള്ളാഹു. അല്ലെ, ഈ പരലോകത്തിൽ ചെന്നാൽ എന്താണ് ലഭിക്കുന്നത്? അതും പറയൂ. അതെന്തിനാ വിഴുങ്ങുന്നത്? ഈ ചെല്ലുന്ന സ്ഥലത്ത് എന്താണ് നല്ലത് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ചെല്ലുന്ന സ്ഥലത്ത് എന്താണ് ലഭിക്കുന്നതെന്നൊന്ന് പറയണേ. സ്ത്രീകൾക്ക് പരലോകത്തിൽ ലഭിക്കുന്ന കാര്യം ഒന്ന് പറയുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഖുറാനും ഹദീസും ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് പേർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ സ്ത്രീകൾക്ക് നിങ്ങളുടെ പരലോകത്തിൽ അള്ളാഹു ഒരുക്കുന്ന പരലോകത്ത് എന്താണ്? നിങ്ങൾക്ക് എന്താക്കാളും പുരുഷന്മാർക്ക് 10,27,000 ഹൂറികളെ കിട്ടുമല്ലോ. 10,27,000 ഹൂറികളെ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഒരു ഖുറാന്റെ ഓരോ വാക്കിനനുസരിച്ച് ഓരോ ഹൂറികളെ കിട്ടും. അങ്ങനെ 10,27,000 ഹൂറികളെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞതല്ല, KVM പന്താവൂര് പറഞ്ഞതാണ്.
അപ്പൊ പന്താവൂര് പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സ്ത്രീകൾക്ക് പരലോകത്തെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പത്തില്, നിങ്ങൾ അത്രത്തോളം സൂക്ഷ്മതയോടെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതി ജീവിക്കുന്നവരല്ലേ. അപ്പൊ ഈ സ്ത്രീകൾക്ക് പരലോകത്ത് എന്ത് കിട്ടുമെന്നുള്ളത് ഒന്ന് പറയണം, ഒന്ന് അറിയാൻ വേണ്ടിയാ. 10,27,000 ഹൂറികളെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവർക്ക് കുറച്ച് ഹൂറന്മാരെ എങ്ങാണ്ട് ഒരുക്കി വെച്ചിട്ട് അതൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇനി ഇദ്ദേഹം നിസ്കാരത്തെ പറ്റി പറയുന്നതെന്ന് കേൾക്കാം. ആ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് 5 നേരമുള്ള നിസ്കാരം എന്ന് പറയുന്നത്. സ്വലാത്ത് എന്നുള്ളതാണ് അറബിയിൽ നിസ്കാരത്തിന് പറയാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അറബി പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. പടച്ചവൻ്റെ മുമ്പിൽ, ദൈവത്തിനു മുമ്പിൽ, എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിന് മുമ്പിൽ നിസ്കാരം വലിയ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം, നിസ്കാരത്തിലാണ് എല്ലാം കിടക്കുന്നത്, നിസ്കാരത്തിലാണ് ഇതിന്റെ വലിയ പാവങ്ങൾ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേനും, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, സകലതും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷത്തിനു മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, പേനയോട് കലത്തിനോട് എഴുതാൻ പറഞ്ഞു, അങ്ങനെ എഴുതി തീർത്ത ആ ഖുർആൻ്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറയുന്നുണ്ടോ, സത്യവിശ്വാസികളെ നിങ്ങൾ 5 നേരം നിസ്കരിക്കുക എന്ന്? ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഖുർആൻ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്, ഖുർആൻ ശാസ്ത്രത്തിന്റെ ഇതാണ്, ഖുർആൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നിസ്കാരം വലിയ സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഖുർആൻ്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് നിങ്ങൾ 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്ന ഒരു ആയത്ത് തരാമോ? നിങ്ങൾ ഈ നിസ്കാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, സ്ത്രീകൾക്കുള്ള നിസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ താങ്കൾ ഈ വീഡിയോയിൽ പറയുന്നത്. സ്ത്രീകൾക്കുള്ള നിസ്കാരം, അത് നിസ്കാരം എന്ന് പറയുന്ന ഒരു അമൂല്യമാണ്, ഭയങ്കര മൂല്യതയുള്ളതാണ്, സുജൂദ് ചെയ്യുന്ന അങ്ങനെയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അല്ല, ഈ സ്ത്രീകൾക്ക് എന്ത് മൂല്യമാണ് ഇസ്ലാം നൽകുന്നത്? നിങ്ങൾ സ്ത്രീകളെ കാണുന്ന ഒരു ദുർലക്ഷണമായിട്ട് തന്നെയല്ലേ കാണുന്നത്? ഇസ്ലാമിലെ സ്ത്രീകളെ കാണുന്നത് ഒരു ദുർലക്ഷണമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതല്ല, നിങ്ങൾ വായിക്കാൻ തയ്യാറാകണം. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഇവിടെ സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 115 ഇതിൻ്റെ അകത്ത് പറയാണ്, അബ്ദുള്ള ഇബ്നു ഉമർ നിവേദനം, റസൂൽ പറഞ്ഞു, ദുർലക്ഷണം ബ്രാക്കറ്റിൽ ദുശകുനം വീട്ടിലും സ്ത്രീയിലും കുതിരയിലുമാകുന്നു. അല്ല, ഈ ദുർലക്ഷണം പിടിച്ച, ഇപ്പൊ ഒരു നിക്കാഹ് നടത്തി ഞാനൊരു ബീവിയെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ദുർലക്ഷണം പിടിച്ചതിനെ വീട്ടിൽ കൊണ്ടുവന്നാണല്ലോ പറയാം. ഒരു ദുർലക്ഷണം സ്ത്രീയിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മുഹമ്മദ് എന്താണ് ഉദ്ദേശിച്ചത്? ഇനി സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1203 പേജ് 618 ഇബ്നു ഉമർ പറയുന്നു, കുതിര, സ്ത്രീ, വീട് ഇവ 3ലുമാണ് ദുശകുനമെന്ന് തിരുമേനി അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് 3ലും ദുശകുനമാണ്. ഏത് സ്ത്രീയാണ് സുഹൃത്തെ? എന്നിട്ട് നിങ്ങൾ ഭയങ്കര അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ ഭാര്യമാരായിട്ടുള്ള നിങ്ങളുടെ ഇസ്ലാമിന്റെ മാതാക്കളായിട്ടുള്ളവർ മുഴുവനും ദുശകുനമായിട്ട് പെട്ടില്ലേ? ആ ഒരു ദുശകുനത്തിന്റെ ഭാഗത്തേക്കാണോ നിങ്ങൾ ഈ പറയുന്നത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ളത്? ഇനി നിസ്കരിക്കാൻ നിന്നാൽ എന്താണ്? ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാല് അയാളുടെ മുന്നിൽ ഒരു ഒട്ടക്കട്ടിലിന്റെ കൊള്ളി പോലുള്ളത് വരെ ഒരു മറയായി സ്വീകരിക്കാന്നാ പറയുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്, സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 4 ഹദീസ് നമ്പർ 265. അബൂബർദ് നിവേദനം, നബി പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അയാളുടെ മുന്നിൽ ഒട്ടകക്കട്ടിലിന്റെ പിന്നിലെ കൊള്ളി പോലുള്ളത് വരെ ഒരു മറയായി സ്വീകരിക്കാം. അതുപോലും അവന്റെ മുന്നിലില്ലെങ്കിൽ കഴുതയും സ്ത്രീയും കറുത്ത നായും അവന്റെ നമസ്കാരം ദുർബലപ്പെടുത്തും. ഞാൻ നിവേദകരിൽ ഒരാൾ ചോദിച്ചു, അബൂദർദെ, ചുവന്ന നായും മഞ്ഞ നായ്ക്കും ഇല്ലാത്തത് എന്ത് പ്രത്യേകതയാണ് കറുത്ത നായ്ക്കുള്ളത്? അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നീ എന്നോട് ചോദിച്ച പോലെ ഞാനും നബിയോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 4 ഹദീസ് നമ്പർ 265. ഇവിടെ ഈ ഹദീസ് നിങ്ങൾ നോക്കുമ്പോഴത്തേനും കാണാം, ഒരു മനുഷ്യന്റെ നമസ്കാരം ദുർബലപ്പെടുത്താൻ ഒരു സ്ത്രീ മതി എന്നാ പറയുന്നത്. എന്തൊക്കെയാണ് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ മുറിച്ചു കളയാൻ വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീയെ ഏതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു? ഉപമപ്പെടുത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഏതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു? കറുത്ത നായോടോ അല്ലെ കഴുതയോടോ? എന്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു?
നിങ്ങൾക്ക് ഈ സ്ത്രീകളെ പല സ്ഥലത്തും ഇത് ചോദ്യമായിട്ട് വരുമ്പോഴത്തേനും എല്ലാവരും പറയും ഭയങ്കര സ്ത്രീകളോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കരമാണ്, ഞങ്ങളുടെ അതാണ് ഇതാണ് മുത്താണെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളും ഉണ്ടെന്നേ. ഇനി സ്വഹീഹ് മുസ്ലിം വാല്യൂ എന്ന് ഭാഗം 4 ഹദീസ് നമ്പർ 266 പറയുകയാണ്. അബൂ ഹുറൈറ നിവേദനം: സ്ത്രീയും കഴുതയും നായയും നമസ്കാരത്തിന് ഭംഗം വരുത്തും, ഒട്ടകക്കട്ടിലിന്റെ കൊള്ളി പോലുള്ളതും അതിനെ പ്രതിരോധിക്കും. അപ്പോൾ ഒരു ഒട്ടകക്കട്ടിലിന്റെ കൊള്ളി പോലുള്ളത് പോലും അതിനെ പ്രതിരോധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ നമസ്കാരത്തിന് ഭംഗം വരുത്തുന്നത്? സ്ത്രീകൾ നമസ്കാരത്തിന് ഭംഗം വരുത്തുമെങ്കിൽ പിന്നെ സ്ത്രീകളുടെ നമസ്കാരത്തിന് തന്നെ വല്ല വിലയുണ്ടോ, വല്ല പ്രയോജനമുണ്ടോ അവർക്ക്? സ്ത്രീകള് നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ സ്ത്രീകളുടെ നമസ്കാരത്തിന് തന്നെ വല്ല വിലയുണ്ടോ? ഇവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. ഇസ്ലാമിക പണ്ഡിതന്മാര്, നിങ്ങളിപ്പോൾ വന്നിട്ട് ഇതിനെപ്പറ്റി വെളുപ്പിച്ചല്ലോ, നിസ്കാരത്തെ പറ്റിയൊക്കെ പറയും, അവരോട് തന്നെ ചോദിക്കുകയാണ്, ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു വില നിങ്ങൾ കൊടുക്കുന്നുണ്ടോ സ്ത്രീകളുടെ? കാരണം 5 നേരം നിസ്കാരം എന്ന് തന്നെ പറയുന്നത് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ടാണല്ലോ പറയുന്നത്. ആ നിസ്കാരത്തിൽ പോലും, നിസ്കാരത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വല്ല വിലയും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയടേ. ഇനി ഇസ്ലാമിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്ലാമിലെ സ്ത്രീകളെ അടിക്കുകയും ചെയ്യാൻ ഒരു കുഴപ്പമില്ല, അടിക്കുന്നുണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പറഞ്ഞതാണ്. ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന് ആധാരമായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? അധ്യായം 4 അതിൻ്റെ 34-ാമത്തെ ആയത്താണ്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറു വിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം അഭാവത്തിൽ സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്ക് എതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. ഇവിടെ അനുസരണക്കേടല്ല വിഷയം. അനുസരണക്കേട് കാണിക്കുമെന്ന് ഭർത്താവിന് ഒരു ആശങ്ക ഉണ്ടായാൽ മതി. അല്ലാതെ അനുസരണക്കേട് അവൾ കാണിച്ചിട്ടല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് ഈ പുയാപ്പിളയുടെ ഉള്ളില് ഒരു ആശങ്ക ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? അവരെ എന്ത് ചെയ്യാം? കിടപ്പുറകളിൽ അവരുമായിട്ട് അകന്നിരിക്കാം, അവരെ അടിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളല്ലേ! എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ ഇതാണ്. അതിന് അമാനുമാരുടെ തഫ്സീറിൻ്റെ അകത്ത് ഒരു വിഷയം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാമത്തെ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരേക്കാൾ, അതെ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ അള്ളാഹു നൽകിയിട്ടുള്ള ശ്രേഷ്ഠതയാണ്. അതായത് ശാരീരികവും മാനസികവുമായ പുരുഷനുള്ള സവിശേഷത വ്യക്തികളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ ചില സ്ത്രീകൾ ചില പുരുഷരെ കവച്ചു വെക്കുന്നവരാവുന്നുവെങ്കിലും 2 വർഗം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ പുരുഷനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നിഷ്പക്ഷ ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം കൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ നിന്ന് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കാത്തതും ഭരണാധികാര സ്ത്രീയെ ഏൽപ്പിച്ച ജനത വിജയിക്കുകയില്ല എന്ന് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി പ്രസ്താവിച്ചിരിക്കുന്നു. സ്ത്രീയെ ഏൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഭരണാധികാര സ്ത്രീയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജനത വിജയിക്കുകയില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണല്ലോ ഇപ്പൊ സ്ത്രീകൾ ഭരണമേറ്റ പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണാധികാരി എടുത്ത് കളയുക എന്നുള്ളത് തന്നെയാണല്ലോ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി 2ാമത്തെ വിഷയം പറയുന്നത് ഇങ്ങനെയാണ്: പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നത് എന്ന വസ്തുതയാണ്. സ്ത്രീകളുടെ മഹർ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ ചിലവുകൾ എല്ലാം വഹിക്കുന്നത് പുരുഷന്മാരാണല്ലോ. ഇതും പുരുഷന്മാരെ സ്ത്രീകളുടെ മേലുള്ള നേതൃത്വത്തിന് സ്വാഭാവികമായും അർഹരാകുന്നു. ഇവിടെയും പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് മഹർ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ ചെലവുകളെല്ലാം വഹിക്കുന്ന പുരുഷന്മാരാണ്. എന്നുവെച്ചാൽ പുരുഷന്മാർ വഹിക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ത്രീകൾ മിണ്ടാതെ ഇരിക്കുക, സ്ത്രീകൾ അടിമേടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഗസാലി പറയുന്നത് എന്താണെന്നറിയോ? ഗസാലി പറയുന്നത് എങ്ങനെയാണ്?
ഭാര്യയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് പിണക്കമെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളതിനാൽ ഭർത്താവിന് അവളെ മര്യാദ പഠിപ്പിക്കാം, അനുസരിക്കാൻ അവളെ നിർബന്ധിക്കാം. അവൾ നിസ്കാരം ഒഴിവാക്കുന്നവളാണെങ്കിൽ നിർബന്ധിച്ച് നമസ്കരിപ്പിക്കാം. ഏതെങ്കിലും മര്യാദകൾ പഠിപ്പിക്കുന്നത് ക്രമേണയായിരിക്കണം. അതായത് ഉപദേശം, താക്കീത്, ഭയപ്പെടുത്തൽ എന്നിങ്ങനെ. ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അവളോട് പിണങ്ങി വിരിപ്പിൽ മുഖം തിരിച്ചു കിടക്കണം. അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഒരേ വീട്ടിൽ തന്നെ അവളെ വെടിഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കണം. 3 രാവ് ഇങ്ങനെ ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ വേദനിക്കുന്ന വിധം അടി കൊടുക്കണം. അടിയാൽ എല്ലു പൊട്ടുകയോ രക്തം ഒലിക്കുകയോ അമിത വേദന ഉണ്ടാവുകയോ ചെയ്യരുത്. മുഖത്തടിക്കൽ വിലക്കപ്പെട്ടതിനാൽ അങ്ങനെ ചെയ്യരുത്. മുഖത്തടിക്കരുത്. എല്ല് പൊട്ടുകയോ രക്തം ഒലിക്കുകയോ ഒന്നും ചെയ്യരുത്. അമിത വേദന ഉണ്ടാവുകയോ ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇതെന്താ, ഈ അമിത വേദന ഉണ്ടാകാതെ ഈ വേദനയുടെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം അടിക്കാൻ. മുഖത്തടിക്കൽ വിലക്ക. കാരണം മുഖത്തടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണും. അതുകൊണ്ട് മുഖത്തടിക്കരുത്. തലയ്ക്ക് താഴിലേക്ക്, ശരീരത്തെ എവിടെ വേണേലും അടിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ അവർക്ക് കുഴപ്പമില്ല. അപ്പൊ ഗസാലി പറയുന്നത്, ഇസ്ലാമിക പണ്ഡിതൻ, ഒറ്റയ്ക്ക് കിടക്കണം, 3 രാവ് വരെ ഇത് ചെയ്തിട്ടും വരവില്ലെങ്കിൽ വേദനിക്കുന്ന വിധം അടി കൊടുക്കണം. അടിയാൽ എല്ലൊന്നും പൊട്ടരുത് കേട്ടോ. രക്തം ഒലിക്കുകയോ അമിത വേദന ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ജീവിതത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ, കാരണം ഇതിനെല്ലാത്തിനും ഒരു അടിക്കാനും എല്ലാത്തിനും ഒരു മാതൃക വെച്ചു കൊടുത്തത് മുഹമ്മദാണ്. മുഹമ്മദ് വെച്ചു കൊടുത്ത മാതൃകയാണ്. കാരണം ആയിഷയുടെ നെഞ്ചത്ത് മുഹമ്മദ് അടിച്ചു എന്നുള്ളൊരു ഹദീസ് വരെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള എല്ലാവിധമായിട്ടുള്ള ഒരു മാതൃക തന്നിട്ട് പോയത് മുഹമ്മദ് തന്നെയാണ്, മുഹമ്മദിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അബൂബക്കർ ആയിഷേനെ അടിച്ച സംഭവമുണ്ട്. കാരണം മധ്യസ്ഥയ്ക്ക് വന്ന വാപ്പായാണ് മധ്യസ്ഥരുടെ ഇടയിൽ മകൾക്കിട്ട് പൊട്ടിച്ചത്. എന്നിട്ട് മുഹമ്മദ് അവിടെ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷെ കിട്ടാനുള്ളത് കിട്ടി. കിട്ടാനുള്ളത് കിട്ടി. അത് വേറെ വശം. ഇതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ നബിയും പത്നി ആയിഷയും തമ്മിൽ അനിഷ്ടകരമായ സംസാരം നടന്നു. ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അവർ അബൂബക്കറിനെ ക്ഷണിച്ചു. അദ്ദേഹം വന്നപ്പോൾ നബി മഹദിയോട് ചോദിച്ചു, ഞാനാണോ നീയാണോ ആദ്യം സംസാരിക്കേണ്ടത്? ബീവി പറഞ്ഞു, അങ്ങ് സംസാരിക്കണം, സത്യമേ പറയാവൂ. അത് കേട്ട് അബൂബക്കർ സ്വയം ആക്രമിക്കുന്നവളെ നബി സത്യമല്ലാതെ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മകളുടെ മുഖത്തടിച്ചു. വായിൽ നിന്ന് രക്തമൊഴുകി. ആയിഷ അഭയം തേടി നബിയുടെ പിറകിൽ ചെന്നിരുന്നു. അപ്പോൾ നബി അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ, താങ്കളെ ഇതിന് നാം ക്ഷണിച്ചിട്ടില്ല, ഇത് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വിടുമ്പോൾ വേറൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ആയിഷയുടെ നെഞ്ചത്ത് മുഹമ്മദ് അടിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഈ അടി എന്നൊക്കെ പറയുന്നത് മുഹമ്മദാണല്ലോ നിങ്ങൾക്ക് ഖുർആൻ പ്രകാരം ഏറ്റവും മാതൃകയുള്ള മനുഷ്യൻ, ഏറ്റവും മാതൃക പിന്തുടരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടിക്കാമെന്ന് പറയണമെന്നുണ്ടെങ്കിലും അതല്ല, ഭാര്യമാരുടെ ജീവിതത്തിൽ എന്ത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളുടെ പ്രവാചകനായ, നിങ്ങളുടെ മാർഗദർശി എന്ന് നിങ്ങൾ പറയുന്ന ഉത്തമ പുരുഷൻ എന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദാണ് നിങ്ങൾക്കിതെല്ലാം ചെയ്ത് കാണിച്ചു തന്നത്. മുഹമ്മദ് ചെയ്ത് കാണിക്കാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇസ്ലാമിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇസ്ലാമിൽ മുഹമ്മദ് ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഭാര്യയെ അടിക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് വഴക്കിടുന്ന കാര്യത്തിലോ, ഭാര്യമാരുമായിട്ട് കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തിലോ, ഏതെങ്കിലും ഒരു കാര്യം, മുഹമ്മദ് ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. ഇനി ഇപ്പം ഞങ്ങൾ ചോദിക്കുകയാണ്, സ്ത്രീക്ക് ഭർത്താവിൽ നിന്നുള്ള അവകാശം എന്താണ്? അത് ഹദീസുകളിൽ തന്നെ കാണാം. അയാൾ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കുക, അയാൾ വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക, അവളുടെ മുഖം ചീത്തയാക്കരുത്, ശക്തിയായ വേദന ഉണ്ടാക്കുന്ന വിധം അടിക്കരുത്, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ശക്തിയായ വേദന ഉണ്ടാക്കുന്ന വിധം അടിക്കരുത്. അതെങ്ങനെ, ഈ വേദനയുടെ തോത് എങ്ങനെ നിങ്ങൾ അളക്കുന്നതെന്നൊന്ന് പറയണേ. ഈ അടിക്കുമ്പോഴേ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ നസീർ അടിക്കുന്നുണ്ട്, ആ മണ്ടിപ്പെണ്ണേന്നും പറഞ്ഞുകൊണ്ടാണ് അടി. പക്ഷെ വേദന ഉണ്ടാക്കുന്ന ഭാഗം എന്ന് പറയുന്നുണ്ട്, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. അപ്പോൾ പുറത്ത് വെച്ച് പിണങ്ങരുത്, വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാം, പിണങ്ങാം, മാറിക്കിടക്കാം എന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അത് പറയുന്നത് എന്താ അറിയോ? 1 പത്രോസ് 3:7, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും
അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ബലഹീനപാത്രമാണ്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ വേണ്ടി അവർ ജീവന്റെ കൂട്ടവകാശികൾ, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണെന്ന് വിശുദ്ധ വേദവസം പറയുമ്പോൾ അവിടെ പറയുകയാണ് എന്ത്, അവർ ബലഹീനപാത്രമാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ബഹുമാനം കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ അവരൊരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ അവരോട് എന്ത് ചെയ്യണം, ഉപദേശിക്കണം. അല്ലാതെ 3 ദിവസം മാറിക്കിടക്കാനോ അടി കൊടുക്കാനോ ഇതൊന്നും ബൈബിളിന്റെ പ്രമാണത്തിലില്ല. ചില ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വെറും അബദ്ധധാരണമാണ്. സ്വാതന്ത്ര്യത്തോടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്താണ്, ഭാര്യമാർക്ക് എന്താണ് ഇസ്ലാമിലുള്ളത്? ഇസ്ലാമിലെ ഭാര്യമാരെ, മുഹമ്മദ് മുതൽ ഇങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ എല്ലാ ഭാര്യമാരെയും കൃഷിയിടമേന്ന് വിളിക്കാൻ മാത്രമാണ് ഇസ്ലാമിന്റെ പുസ്തകമായ ഖുറാൻ കൊണ്ട് പറയുന്നു. ഭാര്യമാർ കൃഷിയിടമാകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പശു 223 നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്ത് വെക്കേണ്ടതുമാണ്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക. ഇപ്പൊ സ്ത്രീകളെ കൃഷിയിടമായിട്ടാണ് കാണുന്നത്. കൃഷിയിടമായിട്ട് കാണുവാനാണ് ഇസ്ലാമിലെ ഖുറാൻ, ഇവരുടെ വിശുദ്ധ ഖുറാൻ എന്നിവർ വിളിക്കുന്ന ഇവരുടെ പുസ്തകമായ, എൻ്റെ പുസ്തകമല്ല, ഞാനത് വിശുദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, അത് ബൈബിളിൻ്റെ താഴെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ്. ആ പുസ്തകത്തിൻ്റെ അകത്ത് പറയണം ഭാര്യമാർ കൃഷിയിടമാകുന്നു. ഈ കൃഷിയിടമാകുന്നു എന്ന് പറയുമ്പോഴത്തേനും ഇവർ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഉപമയാണ്, മറ്റുള്ളതാണ്, മറിച്ചാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പണ്ഡിതന്മാരെക്കാൾ വലുതല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാരെക്കാൾ വലുതല്ലല്ലോ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഇമാം ഗസാലി എന്താണ് പറയുന്നത് അറിയോ? ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമാം ഗസാലിയുടെ വിശദീകരണം എങ്ങനെയാണ്? ഒരാൾ കൃഷിക്കുള്ള വിത്തും ഉപകരണങ്ങളും തൻ്റെ അടിമയ്ക്ക് നൽകി. കൃഷി ചെയ്യാനുള്ള സ്ഥലം തയ്യാറാക്കി കൊടുത്തു എന്ന് കരുതുക. ആ അടിമയാകട്ടെ കൃഷി ചെയ്യാൻ പ്രാപ്തനുമാണ്. ആ അടിമയെ നിരീക്ഷിക്കാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തി. ആ അടിമയാകട്ടെ അലസത കാണിച്ചു. ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാക്കി. വിത്തെല്ലാം പാഴാക്കി. കൃഷിയിൽ തന്നെ നിരീക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളെ തന്ത്രത്തിലൂടെ പറഞ്ഞു വിടുകയും ചെയ്തു. എങ്കിൽ അവൻ തൻ്റെ ഉടമയുടെ ആക്ഷേപത്തിനും കോപത്തിനും അർഹനാകുമല്ലോ. അങ്ങനെയുണ്ട്. നല്ല വിശദീകരണമല്ലേ? നല്ല വിശദീകരണമാണല്ലോ. ഒരാൾ കൃഷിക്കുള്ള വിത്തും ഉപകരണവും തൻ്റെ അടിമയ്ക്ക് നൽകി കൃഷി ചെയ്യാനുള്ള സ്ഥലം തയ്യാറാക്കി കൊടുക്കുന്നുവെന്ന് കരുതുക. അങ്ങനെയുണ്ട്. കൃഷിയിടമാണെന്നും പറഞ്ഞുകൊണ്ട് വിത്തും ഉപകരണവും തൻ്റെ അടിമയ്ക്ക് നൽകി. ഇത് എന്ത് വിശദീകരണമാണ് അല്ലയോ ഗസാലി? ഇതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒരു വല്ലാത്ത വിശദീകരണമാണ്. പിന്നെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമായാൽ പിന്നെ ഏത് സമയത്തും കയറാം, എങ്ങനെ വേണേലും കയറാം. ഉസ്താദ് പറയുന്നത് എന്താണെന്നൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഉസ്താദ് ആകെ വിഷമിച്ച് ആകെ അങ്ങ് പരവേശം മൂത്താണ് പറയുന്നത്. ഉസ്താദേ അങ്ങ് പരവേശം മൂത്ത് പറയാണ്. എന്ത്? പലകെ കിടക്കുമ്പോഴാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്, ആർക്ക്, ഭർത്താവിനൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സാധിച്ചു കൊടുത്തോണം. ഇല്ലെങ്കിലോ അത് വല്ലാത്ത വിഷമവും വല്ലാത്ത പ്രശ്നമാണ്. അത് ചെയ്തു കൊടുക്കേ സാധിക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ പറയുന്നുണ്ട് ഭാര്യ ഒരു ഭോഗവസ്തുവാണെന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? സ്ത്രീകൾ ഇസ്ലാമിലെ സ്ത്രീകൾ ഒരു ഭോഗവസ്തുവാണെന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിന്നെ നിസ്കാരത്തിനൊക്കെ വേണ്ടി കിടന്നുകൊണ്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെയൊക്കെ പണ്ഡിതന്മാർ തന്നെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇഹിയ ഉലുമുദ്ദീൻ വാല്യം 3 പേജ് 208 അകത്ത് പറയുന്നതാണ്. ജുനൈദുൽ ബാഗ്ദാദി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: ഭക്ഷണം എന്ന പോലെ സംഭോഗവും എനിക്ക് ആവശ്യമായിരുന്നു.
ഭാര്യയും ഭക്ഷണവും ഹൃദയശുദ്ധീകരണത്തിനുള്ള ഉപകരണമാണ്. വെറും ഉപകരണം മാത്രമാണെന്നാണ് പറഞ്ഞത്. എന്ത്? ഭാര്യയും ഭക്ഷണവും ഹൃദയശുദ്ധീകരണത്തിനുള്ള ഉപകരണമാണ്. ഹൃദയശുദ്ധീകരണം ഇതേപോലെ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടപ്പോഴത്തേനും കൃഷിയിടമാകുന്നല്ലോ, അവിടെ ചെന്നിട്ട് കാര്യം സാധിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരിച്ചു. അതെങ്ങോട്ടാ? ഭാര്യ. അതിപ്പം ഭക്ഷണം എന്ന പോലെ സംഭോഗം എനിക്ക് ആവശ്യമായിരുന്നു. അപ്പൊ സംഭോഗത്തിന് സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇനി മറ്റൊരു സ്ത്രീയെ കണ്ട് ആശിച്ച് മോഹിച്ചാൽ ഉടനെ കൃഷിയിടമാകുന്ന ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാം. മുഹമ്മദ് ഉപദേശിക്കുന്നുണ്ട്, മുഹമ്മദ് ചെയ്തിട്ടുമുണ്ട്. മുഹമ്മദ് ഉപദേശിക്കുന്നുണ്ട്, മുഹമ്മദ് ചെയ്തിട്ടുമുണ്ട് ഈ കാര്യം. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം ഉപകരണമാകുന്ന ഭാര്യയുടെ അടുത്തേക്ക് ഏത് സമയത്തും ആർക്കും ചെല്ലാം. ഹൃദയത്തിലെ മോഹം ഉണ്ടല്ലോ, അത് ശമിപ്പിക്കാൻ, ശുദ്ധീകരണത്തിനായിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ട് ആ സ്ത്രീയെ കാണുമ്പോൾ ആ ഉള്ളിൽ തോന്നിയതിനെ ശുദ്ധീകരിക്കാൻ ഭാര്യയുടെ അടുത്തേക്കല്ല. അത് മുഹമ്മദ് ചെയ്ത് ഹദീസിൻ്റെ അകത്ത് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: നബി ഒരു സ്ത്രീയെ കണ്ടു. ഉടനെ തന്റെ ഭാര്യയായ സൈനബിന്റെ അടുക്കൽ ചെന്ന് ഉദ്ദേശം നിറവേറ്റി പുറത്തു വന്ന് പറഞ്ഞു, അവൾ വരുന്നത് പിശാചിന്റെ രൂപത്തിലാണ്. ആരെങ്കിലും ഒരു സ്ത്രീയെ കണ്ട് ആശ ജനിച്ചാൽ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ഉദ്ദേശം നിർവഹിക്കട്ടെ, ഇവളിലുള്ളത് അവളിലുമുണ്ടല്ലോ. അല്ല, എൻ്റെ ഒരു ചോദ്യം, ഈ വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടപ്പോഴാണല്ലോ മോഹം തോന്നിയത്. ഇതുമായിട്ട് മുഹമ്മദ് സൈനബിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്തു. അപ്പോൾ ഈ ഉള്ളിലുള്ള ആഗ്രഹം ആരോട് തോന്നിയിട്ടാണ് ഈ മുഹമ്മദ് സൈനബിന്റെ അടുത്തേക്ക് പോയത്? സൈനബിന്റെ അടുത്തേക്ക് മുഹമ്മദ് ചെല്ലണമെന്നുണ്ടെങ്കിൽ വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കണ്ട മോഹമാണല്ലോ. ആ മോഹം എങ്ങനെയാണ് ഉദിച്ചിട്ട് ആരായിരിക്കും അപ്പോൾ മനസ്സിൽ? ഇനി ചോദ്യം വേറെ രണ്ടാമത്, ഈ സൈനബിനെ പോലുള്ള ഇഷ്ടംപോലെ ഭാര്യമാരുണ്ടല്ലോ മുഹമ്മദിന്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യമാർക്ക് ഇങ്ങനെ മറ്റൊരു പുരുഷനോട് മോഹം തോന്നിയാൽ എന്താണ് ഇസ്ലാമിക വിധി? ഭർത്താവ് മോഹം തോന്നി ചെല്ലുമ്പോൾ വേറൊരു സ്ത്രീയെ കണ്ട് മോഹം തോന്നി മുഹമ്മദ് കാണിച്ചു തന്നു, മുഹമ്മദ് ഉപദേശിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ വിധി നേരെ തിരിച്ച് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് തോന്നിയാൽ അവരൊരു പുരുഷന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഈ ഇസ്ലാമിക വിധി എന്നൊന്ന് പറയണേ. ഇനി ഈ മോഹം തോന്നി സ്ത്രീയുടെ അടുത്തേക്ക്, ഭാര്യയുടെ അടുത്തേക്ക്, കൃഷിയിടത്തിന്റെ അടുത്തേക്ക്, ബീവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക ഭാര്യമാർക്ക് പണി കിട്ടും. ഇവരതൊന്നും പറയത്തില്ല. ഇവർ ബാക്കിയുള്ളതെല്ലാം ഭയങ്കര സംഭവമായിട്ട് പറയും. ഇതൊക്കെ ഇവരുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ ഇവർ ആരോടും മിണ്ടത്തില്ല. ഇനി ഈ വഴി കണ്ട സ്ത്രീയെ മോഹം തോന്നി സൈനബിന്റെ അടുത്ത് ചെന്നിട്ട് സൈനബ് തന്റെ കാര്യം സാധിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എന്താണ്? അടുത്ത പ്രാക്കാണ് ഇവർക്ക്. പിന്നെ പ്രാക്കും പണ്ടാരും ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. മറ്റേ നൂല് കെട്ടുക, അത് കെട്ടുക, ജ്യോതിഷം ചെയ്യുക എന്ന് വേണ്ട എല്ലാ കലാപരിപാടികളും ഉള്ള കൂട്ടത്തിൽ ഉടനെ ഇത് നടക്കും. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അറിയില്ല, ഒരു പുരുഷൻ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു. അവൾ വിസമ്മതം കാണിച്ചു. അങ്ങനെ അവളോട് കോപിഷ്ഠനായിക്കൊണ്ട് ആ രാത്രി അവൻ കഴിച്ചുകൂടി. എങ്കിൽ പ്രഭാതം വരേക്കും മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കും. സുഹീൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1330 പേജ് 664. അബൂ ഹുറൈറ പറയാണ്, ഒരു പുരുഷൻ എന്ന് വെച്ചാൽ കൃഷിയിടമാകുന്ന വേറൊരു സ്ത്രീയെ കണ്ടിട്ടെങ്ങാണ്ട് മോഹം തോന്നിയിട്ട് ഒരു പുരുഷൻ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുക, വിരിപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. അവൾ വിസമ്മതം കാണിച്ചു കഴിഞ്ഞതാണ് ഇദ്ദേഹം അവളോട് കോപിഷ്ഠനായിട്ട് ഈ മച്ചാൻ മാറിക്കിടന്നെങ്ങാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ എന്ത് ചെയ്യും? മലക്കുകൾ ഈ സ്ത്രീയെ ശപിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഉള്ളിലെ മോഹം ശമിപ്പിക്കണ്ടേ? കാരണം ശരീരത്തിനും ഹൃദയത്തിനും ഒക്കെ ഒരു ഇതുണ്ടാകണമെങ്കിൽ ഒരു ഉപകരണമായിട്ടുള്ള സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ ചെല്ലണമല്ലോ. ഇനി അടുത്തൊരു ഹദീസ്, മുആദ് ഇബ്നു ജബലിൽ നിന്ന് നിവേദനം. നബി പ്രസ്താവിച്ചു, ഒരു സ്ത്രീ ഇഹലോകത്ത് വെച്ച് ഭർത്താവിനെ ശല്യപ്പെടുത്തിയാൽ അയാളുടെ സ്വർഗസഖി ഇങ്ങനെ പറയാതിരിക്കുകയില്ല, അദ്ദേഹത്തെ നീ ശല്യപ്പെടുത്തരുതേ, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, നിന്റെ അടുക്കൽ ഒരു അതിഥി മാത്രമാണ് അദ്ദേഹം, നീയുമായി വിട്ടുപിരിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വരാനായിട്ടുണ്ട്. 10,27,000 ഹൂറികൾ കിടന്നുകൊണ്ട് പറയുന്നതാണ് എന്ത്? ശല്യപ്പെടുത്തരുതേ, ഭൂമിയിൽ വെച്ചുള്ള നിന്റെ പുയ്യാപ്പിളേനെ നീ ശല്യപ്പെടുത്തരുതേ, അല്ലയോ ബീവിയെ, ഖദീജയെ, ആയിഷയെ, ആരും ആയിക്കോട്ടെ നീ ശല്യപ്പെടുത്തരുതേ. അയാളുടെ സ്വർഗസഖി പറയും, അദ്ദേഹം നിന്നെ വിട്ടുപിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അദ്ദേഹം ഒരു അതിഥിയാണ്, ഒരു വിസിറ്റിംഗ് വിസയ്ക്കായിട്ട് വന്നിരിക്കുന്ന ആളാണ്. വിസിറ്റിംഗ് വിസയായിട്ട് രാജ്യം ചുറ്റുന്ന പോലെ വന്നിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് 10,27,000 ഹൂറികളുടെ അടുത്തേക്ക് തിരിച്ചു വരാറുണ്ട്. അതുകൊണ്ട് നീ ശല്യപ്പെടുത്തരുത്, ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ ശപിക്കും.
എന്താണ് സ്ത്രീകളെ നിങ്ങളുടെ അവസ്ഥ? ഇസ്ലാമിലെ സ്ത്രീകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്നുകൊണ്ടുകൊണ്ട് ഒച്ചപ്പാടും ബഹളം എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ വിശുദ്ധ വേദോസം പറയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായും ഇരിക്കരുത്. ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം എന്ത് ചെയ്യണം? ഭാര്യമാര് കീഴടങ്ങുക. ഉചിതമായ രീതിയിൽ തന്നെയാണ് വിശുദ്ധ വിവാഹത്തെ പറ്റി വിശുദ്ധ വേദോസം പറയുന്നത് തന്നെ. ഈ ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. ഇപ്പോൾ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിട്ടിരുന്നിട്ട് മാറിപ്പോകാനും മറ്റുള്ള കാര്യങ്ങളും ഒന്നും പോകരുത്. മനസ്സിലായോ? അതാണ് ഈ ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മൊത്തം ഇണയാണല്ലോ, എല്ലാ ഇണയാണല്ലോ, എല്ലാത്തിനോട് ഇണയാണ്. ഇവിടെ വിശുദ്ധ വേദോസം പറയുന്നത് തക്ക തുണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തുണയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയോജനമുള്ളത്. ഇനി നിക്കാഹ് കഴിക്കുമ്പോഴത്തേനും വേറൊരു നിയമവ്യവസ്ഥയുണ്ട്. നിക്കാഹും വിവാഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡിൽ അത് വിശദമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കുടുംബക്കാരിയായിട്ടുള്ള സ്ത്രീയെ നിക്കാഹ് ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുമോ കുടുംബക്കാരിയെ നിക്കാഹ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആൾക്കാരെ കാണുന്നതൊക്കെ ആണല്ലോ, അവരുമായിട്ട് എപ്പോഴും അപ്പം ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അപ്പം ആ കുടുംബക്കാരി എടുക്കാതിരിക്കുന്നതിലേ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല. നമ്മുടെ കാഴ്ചപ്പാടല്ല ഇസ്ലാമിലെ കാഴ്ചപ്പാട്. അവിടെ പറഞ്ഞിരിക്കുന്നത് കാമവികാരത്തിന്റെ തീവ്രത കുറയുമെന്നാണ് പറയുന്നത്. എന്ത്? അടുത്ത കുടുംബക്കാരിയെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ കാമവികാരത്തിന്റെ തീവ്രത കുറയും. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ അടുത്ത കുടുംബക്കാരി വിവാഹം ചെയ്യരുത്. കാരണം അതിൽ ജനിക്കുന്ന സന്താനങ്ങൾ പ്രകൃതിയാ തന്നെ ക്ഷീണിച്ച് മെലിഞ്ഞിട്ടാണ് വരിക. ഇതിന് അവലംബയോഗ്യമായ ഒരു അടിസ്ഥാനം തനിക്ക് ലഭിച്ചില്ലെന്ന് ഇബ്നു ഇസ്ലാഹ് പറയുന്നുണ്ട്. അത് വേറൊരു വശം. ഇവർക്ക് പിന്നെ എത്ര വേണമെങ്കിലും പണ്ഡിതന്മാർക്ക് എനിക്ക് ആ അഭിപ്രായം കിട്ടില്ല, ഈ അഭിപ്രായം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഒരുപാട് പണ്ഡിതന്മാർക്ക് ഒരുപാട് അഭിപ്രായം ഉള്ളതുകൊണ്ട് ഏത് അഭിപ്രായം വേണമെങ്കിലും തക്ക സമയത്ത് ചേർത്ത് വെക്കാമല്ലോ. അപ്പൊ ഈ അകന്ന കുടുംബക്കാരിയെ വിവാഹം കഴിക്കുക, ഇതിന്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ ഉമർ പറയുന്നത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉമറിന്റെ വാക്കിൽ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിങ്ങനെയാണ് പറയുന്നത്: കാമവികാരം ശക്തിപ്പെടണമെങ്കിൽ ദർശനവും സ്പർശനവും അത്യാവശ്യമാണ്. പുതിയവളും പരിചയമില്ലാത്തവളുമാണെങ്കിലേ കാമേച്ഛ ശക്തി ആർജിക്കും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പരിചയമുള്ളവളെ ദർശിക്കലും സ്പർശിക്കലും കാമേച്ഛയെ ഇടക്കി വിടുകയില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഈ തോക്കെടുത്തിട്ട് സ്വയം കാലിലേക്ക് വെടിവെക്കുന്ന ഇടപാടാണിത്. കാമവികാരം ശക്തിപ്പെടണമെങ്കിൽ എന്താണ്? പരിചയമില്ലാത്തവർക്ക് ഇത് സാധിക്കത്തുള്ളൂ. അല്ല ഇപ്പൊ ഈ ദത്തുപുത്രന്റെ നിക്കാഹ് ചെയ്തപ്പോഴത്തേനും അപ്പൊ ഇത് കിട്ടിയില്ലേ? കാമേച്ഛ അങ്ങോട്ട് ഇളക്കി വിടാൻ പറ്റിയില്ലായിരിക്കും അല്ലേ ആ സ്ത്രീക്ക്? ദത്തുപുത്രന്റെ കാരണം ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇനി ആദ്യ ഭാര്യ ഖദീജയുമായിട്ടുള്ള നിക്കാഹിന്റെ വിഷയത്തിലും അതിനിപ്പോ ഇത് അങ്ങോട്ട് ഇളക്കി വിടാൻ പറ്റിയിട്ടില്ല. കാരണം നാളുകളായിട്ട് അവരുടെ മാനേജരായിട്ട് ഇരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കണം. ഇനി ആയിഷയുടെ വിഷയമാണെങ്കിലും സ്വപ്നത്തിൽ പട്ടുനുണിയിൽ പൊതിഞ്ഞ് കാണിച്ചു എന്നാണല്ലോ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച് പറയുന്നത് ഇദ്ദേഹം ഇതിനു വേണ്ടി മാത്രം ജീവിച്ച ആളായിരുന്നു. അത് ആയിഷ പറയുന്ന ഒരു ഹദീസൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ശരീരദാന സ്ത്രീകൾ വരുമ്പോഴത്തേന് എനിക്ക് എൻ്റെ അഭിമാനരോഷം ഉണ്ടാകാറുണ്ട് അതൊക്കെ പറയുമ്പോൾ കാമേച്ഛ ഇളക്കി വിടുകയില്ല. ആര്? ആ സ്ഥിരമായിട്ട് പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കാമേച്ഛ അങ്ങോട്ട് ശക്തി ആർജിക്കത്തില്ല. നിങ്ങളെ വെറും കാമേച്ഛയ്ക്കുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇസ്ലാമിലെ സ്ത്രീകളെ ആര് കാണുന്നത്? ഈ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ കാണുന്നത്, പണ്ഡിതന്മാർ കാണുന്നത്, അത് പഠിച്ചിട്ടുള്ള മനുഷ്യർ കാണുന്നത്, അവർ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്. നിങ്ങൾ കവലപ്രസംഗവും മറ്റുള്ള വയറ് പ്രസംഗവും നടത്തുമ്പോൾ സ്ത്രീകളെ പറ്റി പറയുന്നത് സ്ത്രീകൾ നരകത്തിലെ വിറവുകൊള്ളികളാണെന്നൊക്കെ പറയും. ഇനി കാമേച്ഛയൊക്കെ ഇളക്കി വിടുന്ന നിക്കാഹുണ്ടല്ലോ, നിക്കാഹ് എന്ന് പറയുന്ന സംഭവത്തിന് മഹർ നൽകുന്നുണ്ട്. അതിന് ഫത്തഖുൽ മുഈൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഭാര്യ ഇഷ്ടത്തോടെ സംഭോഗത്തിന് അനുവദിച്ചാൽ അവൾക്ക് മഹർ കൊടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താണ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൂല്യം? ബുദ്ധിയുള്ള ഭാര്യ ഇഷ്ടത്തോടെ സംഭവത്തിന് അവൾക്ക് മഹർ കൊടുക്കണം. സംഭവത്തിന് അനുവദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് മഹർ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഒരു പുരുഷന്റെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, സംഭോഗത്തിലൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി
കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കഴിഞ്ഞോ മഹർ കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ സ്ത്രീയെ ഏത് കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്, ഏത് കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഞാനല്ല, നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർ ഇത് വെച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾ കമന്റ് ബോക്സിൽ ഇത് എഴുതിയിടുക, ഈ സ്ത്രീകളെ ഏത് വിഭാഗത്തിലാണ് ഇസ്ലാം പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇനി കാമേച്ചയൊക്കെ കൂടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് പരിചയമില്ലാത്ത സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് നിക്കാഹ് ചെയ്ത് കാമേച്ചയൊക്കെ കൂടി പ്രസവിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കണം നിങ്ങൾ. അതിൻ്റെ അകത്ത് പ്രസവിക്കുന്ന സ്ത്രീയെ എങ്ങനെ തിരഞ്ഞെടുക്കാം, പ്രസവിക്കുന്ന സ്ത്രീ എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ രീതിയിലാണ് അവളുടെ ശരീരഘടന എന്നുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത്തരം സ്ത്രീകളെ മാത്രം തിരഞ്ഞെടുക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രസവിക്കാത്ത സ്ത്രീയേക്കാൾ വീടിന്റെ മൂലയിലുള്ള ഒരു പായാണ് ഉത്തമം. പ്രസവിക്കാത്ത സ്ത്രീയേക്കാൾ വീടിന്റെ മൂലയിലുള്ള ഒരു പായാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടിരിക്കുന്ന ഒരു അതിനെ എന്ന് വെച്ചാൽ ഒരു ചണമാണ്, വെറും ചണം കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പുൽപ്പായാണെങ്കിൽ പുല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതിനോട് മാത്രം മാറ്റിയിട്ടിരിക്കുകയാണ് ഈ പ്രസവിക്കാത്ത സ്ത്രീയെ. ഇനി പത്രസ്നേഹമുള്ള കൂടുതൽ പ്രസവിക്കുന്നവളാണ് സ്ത്രീകളിൽ ഏറ്റവും ഉത്തമം. ഭർത്താവിനോട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? പ്രസവത്തിന്റെ എണ്ണവും കൂട്ടണം. ആ സ്ത്രീകളാണ് ഏറ്റവും ഉത്തമയായിട്ടുള്ളത്. ഞാൻ പറയുന്നു, മുഹമ്മദിന്റെ ഭാര്യമാർ എത്ര പേര് പ്രസവിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് മക്കളുണ്ടായിരുന്നു? ഒരൊറ്റ ഉത്തമ സ്ത്രീകളിൽ ഇസ്ലാമിലെ നിങ്ങളുടെ പ്രവാചകനായ നിങ്ങളുടെ ഇസ്ലാമിന്റെ മാതാക്കളായ എത്ര സ്ത്രീകൾ, ഈ ഉത്തമ സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ഇതിലേക്ക് വന്ന എത്ര ഉത്തമ സ്ത്രീകളുണ്ട്? കൂടുതൽ പ്രസവിച്ചവര് ആയിഷയുണ്ടോ? സൗദയുണ്ടോ? ആരാണുള്ളത്? 9 ഭാര്യമാരെന്നും 11 ഭാര്യമാരെന്നും അഭിപ്രായം ഉണ്ടല്ലോ. എത്ര പേർ പ്രസവിച്ചു? കൂടുതലായിട്ട് പ്രസവിക്കണം, അല്ല ഒറ്റ പ്രസവം 2 പ്രസവമല്ല, കൂടുതലായിട്ട് പ്രസവിച്ചവരിൽ എത്ര സ്ത്രീകളുണ്ട്? സ്നേഹമുള്ള കൂടുതൽ പ്രസവിക്കുന്നവളാണ് സ്ത്രീകളിൽ ഏറ്റവും ഉത്തമ എന്ന് പറയുമ്പോഴത്തേന് എത്ര സ്ത്രീകൾ ഭർത്താവിനോടുള്ള സ്നേഹം കൂടുതലായിട്ട്, നിങ്ങളുടെ ഉത്തമ പുരുഷനായ മുഹമ്മദിനോട് കൂടുതൽ സ്നേഹം കാണിച്ചിട്ട് എത്ര പേര് പ്രസവിച്ചു? അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ തക്ക ഇണകളായതുകൊണ്ട് വീടിന്റെ മൂലയിലുള്ള ഒരു പായാണ് പ്രസവിക്കാത്ത സ്ത്രീയേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ എത്രത്തോളം നിങ്ങളെ മാറ്റിക്കെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇടയിലൊക്കെ മക്കളില്ലാത്ത ഭാര്യ ഭർത്തൃ ജീവിതം നടത്തുന്ന അനേകരുണ്ട്. എവിടെയും ഭാര്യയ്ക്ക് നിങ്ങൾക്ക് മക്കളില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യനെ ചവിട്ടി താഴ്ത്തി കളയുന്നവര് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാരെയും കാണാൻ സാധ്യമല്ല നിങ്ങൾക്ക്. കാരണം അതൊരു വിശുദ്ധ വിവാഹത്തിന്റെ ഉറപ്പാണ്. അതിൽ ഒരുപാട് പേർക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷെ ഇത് അവര് ഒരു ദൈവിക സ്നേഹമായിട്ട് തന്നെ കരുതുകയാണ്. ഇനി താങ്കള് ബാക്കിയുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിലെ സ്ത്രീകൾ ഭയങ്കര ഇതാണ് സംഭവമാണെന്നൊക്കെ. അപ്പൊ ഇസ്ലാമിലെ സ്ത്രീകൾ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം തന്നില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ബുദ്ധിയില്ലാത്ത സ്ത്രീകളാണ്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ബുദ്ധി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ പരിസരത്ത് പോലും ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ആർത്തവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഞാൻ പറഞ്ഞതല്ല. അബ്ദുള്ള ഇബ്നു ഉമർ നിവേദനം നബി പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനധർമ്മങ്ങളും പാപമോചനത്തിലുള്ള അർത്ഥനയും വർദ്ധിപ്പിക്കുക. നരകവാസികളിൽ കൂടുതലായി ഞാൻ നിങ്ങളെ കാണുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ തന്റേടിയായ ഒരു സ്ത്രീ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്തുകൊണ്ടാണ് നരകവാസികളിൽ അധികവും ഞങ്ങളാകുന്നത്? നബി പറഞ്ഞു, നിങ്ങൾക്ക് ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നു, നിങ്ങളെക്കാൾ ദീനും ബുദ്ധിയും കുറഞ്ഞവരും കാര്യശേഷിയിൽ മികച്ചു നിൽക്കുന്നവരെ ബുദ്ധിമാനായ പുരുഷൻ പോലും കീഴടക്കുന്നവരായ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്താണ് ഞങ്ങളുടെ ദീനിന്റെയും ബുദ്ധിയുടെയും കുറവ്? നബി പറഞ്ഞു, 2 സ്ത്രീകളുടെ സാക്ഷ്യം ഒരു പുരുഷന്റെ സാക്ഷ്യത്തിന് തുല്യമാണ്. ഇത് ബുദ്ധിയുടെ കുറവാണ്. പ്രസവം, ആർത്തവം എന്നിവയുടെ കുറേ ദിവസങ്ങൾ അവൾ നമസ്കരിക്കാതെയും റമദാനിൽ വ്രതം അനുഷ്ഠിക്കാതിരിക്കുകയും കഴിച്ചു കൂട്ടുന്നു. ഇത് മതത്തിന്റെ കുറവാണ്. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 132.
നിങ്ങളിവിടെ പോയി കിടന്നുകൊണ്ട് നിസ്കരിക്കാൻ സ്ഥലം തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളേജുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും നിങ്ങൾ കിടന്നുകൊണ്ട് ഈ വെപ്രാളം കാണിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഉയർന്ന പദവിയിലെത്തിയെന്ന് പറഞ്ഞാലും വലിയൊരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിലെ സ്ത്രീകൾ എത്തിയെന്ന് പറഞ്ഞാലും നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാ. നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്നേ, നിങ്ങൾക്ക് ബുദ്ധി പറ്റത്തില്ല. കാരണം എന്താ? പ്രസവം, ആർത്തവം എന്നിവയുടെ കുറേ ദിവസം നമസ്കരിക്കാതിരിക്കുകയാണ്. അല്ല, ഈ പ്രസവം ആർത്തവം ഒക്കെ ഒരു സ്ത്രീക്ക് ഏറ്റവും മോശപ്പെട്ടതെന്നാണോ നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ അള്ളാഹുവും ഖുർആന്റെ അകത്തും മുഹമ്മദും ഒക്കെ പറയുന്നത്? ഇസ്ലാമിലെ സ്ത്രീകൾ വെറും ഒരു ഭോഗവസ്തുവാണ്, ഒരു ഉപകരണം, ഒരു ഭോഗവസ്തുവായ ഉപകരണം മാത്രമാണ്. ഈ ഭോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രസവം നടക്കത്തില്ലേ? ഇനി ആർത്തവം അത്രയ്ക്ക് മോശമാണോ ഒരു സ്ത്രീക്ക്? ഇനി ഇമാം ഗസാലി എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഇമാം ഗസാലി പറയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്ഭുത വസ്തുവാണ് സ്ത്രീ. ഒരു വസ്തുവാണ് കേട്ടോ. അവൾ പ്രപഞ്ചത്തിന്റെ കൗതുകമാണ്, നറുമണം പരത്തുന്ന ഇളം തെന്നലാണ്, എല്ലാവിധത്തിലും ചാരുതയാർന്ന ശില്പഭംഗി സമ്മേളിച്ചവളാണവർ. അവൾ സമൂഹത്തിന്റെ അർദ്ധഭാഗമാണ്. എങ്കിലും സ്ത്രീകൾ പ്രകൃത്യാ ചില ബലക്ഷയങ്ങൾ കാണാം. അതിൽ സുപ്രധാനമാണ് ആർത്തവം. ഇതൊരു അനിവാര്യ ഘടകവുമാണ്. അപ്പൊ ഈ ആർത്തവം ഇത്രയ്ക്ക് മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവേ ഈ മുഹമ്മദിന് ശേഷം വന്നിരിക്കുന്ന ഇസ്ലാമിക സ്ത്രീകളിലേക്ക് ഈ ആർത്തവം അങ്ങോട്ട് ഇട്ടുകൊടുത്തത്? ഈ ആർത്തവം എന്തിനാണ് ഇട്ടുകൊടുത്തത്? അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സംഭവമാണ്, ഇത്രയ്ക്ക് മോശപ്പെട്ടതാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. മോശപ്പെട്ടതാണ്, സ്ത്രീകൾക്ക് ബലഹീനത ഉണ്ടാകും, സ്ത്രീകൾക്ക് മോശം ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ അത് കൊടുത്തത് അവർക്ക്? ഇനി വേറൊരു ഹദീസിൽ എന്താ പറയുന്നത്? അബൂ സയ്യിദുൽ ഖുദ്രി പറയുന്നു, ഒരിക്കൽ തിരുമേനി വലിയ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം നമസ്കാര മൈതാനത്ത് സ്ത്രീകളുടെ അടുത്തേക്ക് വന്നു. അവിടെ വെച്ച് അരുളി, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. നരകവാസികളിൽ അധികം ആളുകളെയും സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. തിരുമേനി, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആ സ്ത്രീകൾ ചോദിച്ചു. തിരുമേനി അരുളി, അവർ മറ്റുള്ളവരെ കൂടുതൽ ശപിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടുമിരിക്കും. മാത്രമല്ല ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും ചെയ്യും. ചിത്തരായ പുരുഷന്മാരുടെ ഹൃദയങ്ങളെ ഇളക്കുവാൻ ബുദ്ധിയും ദീനും കുറഞ്ഞ നിങ്ങളെക്കാൾ കഴിവുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾ ചോദിച്ചു, തിരുമേനി, ബുദ്ധിയിലും ദീനിലും ഞങ്ങൾക്കെന്താണ് കുറവ്? തിരുമേനി അരുളി, സ്ത്രീയുടെ സാക്ഷ്യത്തിന് അരപുരുഷന്റെ സാക്ഷ്യത്തിന്റെ സ്ഥാനമല്ലേ കൽപ്പിക്കുന്നുള്ളൂ. അവർ പറഞ്ഞു, അതെ. തിരുമേനി അരുളി, നിങ്ങൾക്ക് ബുദ്ധി കുറവാണെന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത്. ആർത്തവം ഉണ്ടായാൽ സ്ത്രീ നമസ്കാരവും നോമ്പ് ഉപേക്ഷിക്കുന്നില്ലേ? അവർ പറഞ്ഞു, അതെ. തിരുമേനി അരുളി, ദീൻ കുറവായതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണിത്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 6 ഹദീസ് നമ്പർ 203 പേജ് 252. എന്ത് ചെയ്യാൻ ഗസാലി? അല്ലാഹു വല്ലാത്ത ഒരു പണിയാണ് കൊടുത്തത്. അല്ല, ഈ ആർത്തവം അത്രയ്ക്ക് പ്രശ്നമാണോ? അല്ല, ഇവർക്ക് ബുദ്ധി കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ആർത്തവ സമയത്ത് നിസ്കാരവും കാര്യങ്ങളും നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആർത്തവം അങ്ങ് പിൻവലിച്ചൂടെ? അള്ളാഹു എല്ലാത്തിനും സർവശക്തനാണ്, അള്ളാഹു എല്ലാം സൃഷ്ടിച്ചവനാണ്, അള്ളാഹു എല്ലാം തകർത്തു വരുന്ന ആളാണല്ലോ. എന്നാ പിന്നെ ഇത് സ്ത്രീകൾക്ക് ശകലം ബുദ്ധി, കുറച്ച് പുരുഷന്മാരോടുകൂടെ ചേർന്ന് നിൽക്കാനുള്ള ബുദ്ധി കൊടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഈ ആർത്തവം ഉണ്ടാക്കി വെച്ച അള്ളാഹുവിന്റെ ഈ തന്ത്രശാലിയായ അള്ളാഹുവിന്റെ ഇടപാട് നിങ്ങളൊന്ന് ആലോചിക്കണം, ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ഈ ഗസാലി ഒരു വല്ലാത്ത പണിയാണ് കാണിച്ചത്. അല്ല, ഈ ആർത്തവം ഇത്രയ്ക്ക് പ്രശ്നമാണോ? മറ്റൊരു വിഭാഗത്തിലെ സ്ത്രീകളെ ശപിച്ചതല്ലേ അള്ളാഹു? അതുകൊണ്ടല്ലേ ആ സ്ത്രീകൾക്ക് ഹൈള് വന്നത്. ഹൈള് വരാനുള്ള കാരണം എന്താണ്? ബനു ഇസ്രായേലി സ്ത്രീകൾ എന്ത് ചെയ്തു? പുരുഷന്മാരുമായിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ട് നിസ്കരിച്ചു. ആ നിസ്കാരത്തില് ഇവരുടെ സൗന്ദര്യം, സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ല, പണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇബ്നു മസൂദിൽ നിന്ന് അബുർ സാഖ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം. ബനു ഇസ്രായേലിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പുരുഷന്മാരുടെ മുമ്പാകെ സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഹൈള് നൽകുക വഴി അള്ളാഹു അവർക്ക് പള്ളികൾ വിലക്കുകയുണ്ടായി. സ്ത്രീ സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ എന്താണ്? പള്ളികൾ അങ്ങ് വിലക്കി. എന്തു കൊടുത്തതിന്റെ പേരിൽ? ഹൈള് നൽകുക വഴി. അതോടെ പള്ളികൾ വിലക്കുകയുണ്ടായി. ഈ പള്ളികൾ വിലക്കിയത് ഈ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും അറിയത്തില്ലേ? എന്നിട്ടും യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. പള്ളിയുടെ പുറകിലൊക്കെ റൂം കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ, അത് അകത്തേക്ക് പ്രവേശനം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും അനുഗ്രഹമാണ് അവൾക്ക് ആർത്തവം ഉണ്ടാകുക എന്ന് പറയുന്നത്.
ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കുട്ടികളെ പ്രസവിക്കും? ഇല്ലെങ്കിൽ എങ്ങനെയുള്ള ശരീരത്തിന് അവരുടേതായിട്ടുള്ള ഒരു ഘടകം ഉണ്ടായിത്തീരും? അതൊന്നും നിങ്ങൾക്ക് ഇതൊരു ഉപകരണ വസ്തുവായതുകൊണ്ട്, ഒരു ഭോഗ വസ്തുവായതുകൊണ്ട് നിങ്ങളുടെ അള്ളാഹുവിനോ നിങ്ങളുടെ ഖുറാനോ നിങ്ങളുടെ മുഹമ്മദിന് പിന്തുടർന്ന സഹാബികൾക്ക്, ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന മുസ്ലിങ്ങളെന്ന് അവകാശപ്പെട്ട് കിടക്കുന്ന നിങ്ങൾക്കോ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് പറയുകയാണ്, ഇബ്നു ഹജർ അസ്കലാനി എഴുതുന്നു, ബനു ഇസ്രായേലി സ്ത്രീകളുടെ ചെയ്തികൾക്ക് ഒരു ശിക്ഷ എന്നോണം ആർത്തവത്തിന്റെ കാലയളവ് അവരിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ആദ്യം ആർത്തമുണ്ടായവർ ബനു ഇസ്രായേലി സ്ത്രീകളാണെന്ന് പറയുന്നത്. ആർത്തവത്തിന്റെ തുടക്കം അവരിലായിരുന്നു എന്ന അർത്ഥതലം ഉദ്ദേശിച്ചല്ല. ബനു ഇസ്രായേലികളുടെ സ്ത്രീകൾക്ക് ഒരു ശിക്ഷ എന്നോണം ആർത്തവത്തിന്റെ കാലയളവ് അവരിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു. ഓക്കെ, ബനു ഇസ്രായേലി സ്ത്രീകളെ ആർത്തവത്തിന്റെ കാലയളവ് അങ്ങ് വർദ്ധിപ്പിച്ചോളൂ. എന്തേ? നിങ്ങൾ സത്യവിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങളുടെ ഈ സ്ത്രീകളിൽ എന്തുകൊണ്ട് കാലയളവും കുറഞ്ഞില്ല? ആർത്തവത്തിന്റെ കാലയളവ് വർദ്ധിപ്പിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ ബനു ഇസ്രായേലി സ്ത്രീകൾക്ക് എത്ര, 15 ദിവസമോ അല്ലെ 20 ദിവസമോ? അല്ല, നിങ്ങൾക്ക് കുറവാണോ? അതിലും കുറവാണോ? അപ്പൊ ഈ പ്രസ്തുത ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ പലരും പല അഭിപ്രായമാണ് ഇവർക്ക്. ഇതിന് വേറൊരു സ്ഥലത്ത് പറയുന്നത് എങ്ങനെ അറിയോ? പ്രസ്തുത ഹദീസിന്റെ വെളിച്ചത്തിൽ ആദ്യമായി ഹൈളുണ്ടായത് ബനു ഇസ്രായേലി സ്ത്രീകളിലാണെന്ന് പണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത 2 ഹദീസുകൾ തമ്മിൽ ആശയപരമായി എതിരൊന്നുമില്ല. ആദ്യമായി ആർത്തവമുണ്ടായ വനിത ഹവ്വയാണെന്നും ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആർത്തവത്തിന് വിധേയരായ സമൂഹം ബനു ഇസ്രായേലി സ്ത്രീകളാണെന്നും വെച്ചാൽ ഇരു അഭിപ്രായങ്ങളുടെയും ഐക്യമെത്താമല്ലോ. ഇപ്പെടുത്താം. കാരണം നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ എത്ര അഭിപ്രായം വേണേലും എഴുതാമല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ 2 അഭിപ്രായമായി. ഇനി എത്ര അഭിപ്രായം വേണേലും നിങ്ങൾക്ക് കൂട്ടി 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 കൊണ്ടുവരാം. നിങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് പണ്ഡിതന്മാർ എണ്ണം കൂട്ടുന്നതനുസരിച്ച് ഇസ്ലാമിൽ എന്ത് ചെയ്യാം? അഭിപ്രായം കൂടാം. അതുകൊണ്ടാണല്ലോ ഒരു പണ്ഡിതൻ 2 പുസ്തകങ്ങളുമായിട്ട്, എന്ന് വെച്ചാൽ ബക്കറയും ഫാത്തികയും മാത്രമായിട്ട് തഫ്സീർ എഴുതി പുറത്തേക്ക് ഇട്ടപ്പോൾ ആദത്തിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അന്ന് നിലവിലുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്നാണ് ആദത്തിനെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ പണ്ഡിതന്റെ അഭിപ്രായമോ? അതുകൂടാതെ ആദത്തിന്റെ വാരിയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമമാണ്. ആദത്തിനെ എങ്ങനെ തെരഞ്ഞെടുത്തു, അതേപോലെ തന്നെ ആ ജീവി വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഏതാണ് ആ ജീവി? കൊരങ്ങ, പശുവോ, ആടോ? ഏതാണ്? ജീവി വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞു. ഏത് ജീവിയിൽ നിന്ന് നിങ്ങൾ പറയൂ. ഇനി ഇസ്ലാമിലെ സ്ത്രീകള് മുട്ടറ്റം വരെ മുടിയും നീട്ടി അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അതും ആയിഷയോടും മുഹമ്മദിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ കാരണം, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മുടി പുറത്ത് കാണിക്കാൻ പാടില്ല. അവർ പറയുന്ന സ്ത്രീകളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കാമം ഉണരുമെന്നാണ്. മുടി കണ്ടാലേ അവർക്ക് കാമം ഉണരും. അത് ശരിയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൻ്റെ അകത്തൊരെണ്ണം കണ്ടു. ഒരാളൊരു സ്ത്രീ ഒരിടത്ത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് മുടിയെടുത്ത് മണക്കുന്നുണ്ട്, തലയിലൊക്കെ തൊപ്പി വെച്ച ഒരു മനുഷ്യൻ. അത്രയ്ക്ക് അങ്ങ് ഉണരുവാണ്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ മുടി മുറിച്ച് കളയുമല്ലോ, ആ കളയുന്ന മുടി വാരാൻ വരുന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അതിനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ ആയിഷയുടെ മുടി എന്ത് ചെയ്തു? ചെവി മറയത്തക്ക രീതിയിൽ പത്നിമാരുടെ, ഭാര്യമാരുടെ, മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ ചെവി മറയത്തക്ക രീതിയിൽ മുടി വരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് അവർ ഭയങ്കര രീതിയിൽ കൊണ്ടുപോയി നടക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും പലരും ഈ എണ്ണ കാച്ചിയതിൻ്റെ മറ്റുള്ളതിൻ്റെ ഒക്കെ പരസ്യമായിട്ട് വരും. മുടി ഭയങ്കരമായിട്ട്. അത് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ മാതാവിനോട് പോലും നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ, മുഹമ്മദിനോടിൻ്റെ വാക്കുകൾക്ക് പോലും നിങ്ങൾക്ക് സ്നേഹമില്ലല്ലോ. ഹദീസ് ഇങ്ങനെയാണ്. അബൂ സലമ നിവേദനം, ഞാനും ആയിഷയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും അവരുടെ അടുക്കൽ ചെല്ലുകയും വലിയ അശുദ്ധി കാരണമായുള്ള നബിയുടെ കുളിയെ സംബന്ധിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഒരു സാവ് വെള്ളം കൊള്ളുന്ന ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അവർ കുളിച്ച് കാണിച്ചു തരികയും ചെയ്തു. അവരുടെയും ഞങ്ങളുടെയും ഇടയ്ക്കൊരു മറയുണ്ടായിരുന്നു. അവർ തൻ്റെ ശിരസിലൂടെ 3 പ്രാവശ്യം വെള്ളമൊഴിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയുടെ പത്നിമാർ അവരുടെ തലമുടി ചെവി മറയത്തക്കവണ്ണം നിർത്തി ബാക്കി മുറിച്ച് കളയാറുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 3 ഹദീസ് നമ്പർ 42. ഈ ഒരു ഹദീസ് വർഷങ്ങളായിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 3-4 ചോദ്യം ചോദിച്ചിട്ട് ഇതുവരെയായിട്ട് മുസ്ലിങ്ങൾക്ക് മറുപടി തരാൻ സാധിച്ചിട്ടില്ല.
ഈ ചോദ്യം ഒന്ന് ഞാൻ ഇവിടെയും ഇടാം, എന്നെ കേൾക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് മറുപടി തരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ആയിഷയുടെ മുലകുടി ബന്ധ സഹോദരൻ അവരുടെ അടുക്കൽ ചെല്ലുകയും വലിയ അശുദ്ധി കാരണമായുള്ള നബിയുടെ കുളിയെ സംബന്ധിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തു. ആയിഷയ്ക്ക് ഈ അശുദ്ധി എന്ന് പറയുന്നത് ഇവരുടെ ഇതുണ്ട് പുസ്തകത്തിൻ്റെ അകത്ത്, ഹദീസുകളിൽ അശുദ്ധി എന്ന് പറയുന്ന സാധനമുണ്ട്, കുളി എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെ ആയിഷയ്ക്ക് വലിയ അശുദ്ധി എന്ന് പറയുന്നത് ആർത്തവമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മുഹമ്മദിന്റെ ഈ വലിയ അശുദ്ധി എന്തായിരുന്നു ഒന്ന് പറയാമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു പാത്രം കൊണ്ടുവരാൻ പറയാം, അവർ കുളിച്ച് കാണിക്കുകയും തരികയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ എല്ലാം പ്രാക്ടിക്കലാണ്, എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി. അങ്ങനെയാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ ഒരാൾ ചെയ്ത് നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ അടുത്ത ആൾക്ക് അത് ഉണ്ടാകത്തുള്ളൂ. മൂന്നാമത്തെ ചോദ്യം, ഈ ഭാര്യമാരുടെ തലമുടി ചെവി മറയത്തേക്കവണ്ണം നിർത്തി ബാക്കി മുറിച്ച് കളയാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പൊ ഇസ്ലാമിലെ സ്ത്രീകൾ ഇത് ചെയ്യുന്നില്ല? ഇപ്പൊ നബിയുടെ നിങ്ങളുടെ ഇസ്ലാമിലെ മാതാക്കളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഭാര്യമാരോട്, നബിയുടെ പത്നിമാരോട് നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള സ്നേഹവും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്യണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? ഇപ്പൊ എന്നെ കേട്ട പ്രിയ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് ഈ ഒരു മനുഷ്യൻ വന്നിട്ട് ഈ വെളുപ്പീര് കണ്ടപ്പോഴത്തേനും ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇവർ കൊടുക്കുന്ന മൂല്യം എന്താണെന്ന് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ ഒരു സ്നേഹത്തിന് ഞാൻ താങ്കൾക്ക് നന്ദി പറയുകയാണ്. ഇനി ബൈബിളിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ പറ്റി പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇസ്ലാമിൽ കാണുന്ന രീതിയിലുള്ള ഒരു കാരണവശാലും ബൈബിളിൽ പറയുന്ന സ്ത്രീകളോട് സമീപിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം അവർ ജീവന്റെ കൂട്ടവകാശികളാണ്. ഉപദേശങ്ങൾ അതിൻ്റെ അകത്തുള്ളപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഇസ്ലാമിലെ സ്ത്രീകളെ, വരും തലമുറയിലേക്ക് നിക്കാഹ് ചെയ്ത് പോകാൻ നിൽക്കുന്ന സ്ത്രീകളെ പോലെ ഈ രീതിയിലാക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, എന്നെ കേട്ട പ്രിയജനമേ, നിങ്ങളെ ഒരു ഭോഗവസ്തു ഉപകരണമാക്കിയാണ് ഇവർ കാണുന്നത്. സ്വർഗത്തിൽ പോലും നിങ്ങൾക്ക് പ്രവേശനമില്ല. ഇവർക്ക് 10,27,000 ഹൂറികളെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്വർഗത്തിൽ ലഭിക്കുന്നത്? നിങ്ങൾ അവിടെ അഥവാ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 10,27,000 ഹൂറികളുമായിട്ട് നിങ്ങളുടെ ഇക്കാമാർ ഈ സംഭോഗത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അതാണ് ഇസ്ലാമിന്റെ പരലോകം എന്ന് പറയുന്നത്. പരലോകം എന്ന് പല ഉസ്താക്കന്മാരും മറ്റുള്ളവരും പറയുമ്പോൾ എന്താണ് പരലോകം? നിങ്ങൾ എന്തുകൊണ്ട് അത് വിശദീകരിച്ചു കൊടുക്കുന്നില്ല നിങ്ങളുടെ സ്ത്രീകൾക്ക്? നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് പരലോകത്തിലേക്ക് വരുമ്പോൾ വേണ്ട സ്ത്രീകളുമായിട്ട് അവിടെ രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുവാൻ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങൾ 5 നേരം നിസ്കാരവും ഉംറയും ഹജ്ജും നോമ്പും ഇതെല്ലാം എടുത്തിട്ട് നിങ്ങളിങ്ങനെ ദീനിയായിട്ടുള്ള പെൺകുട്ടിയായിട്ട് നടക്കും. നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് എന്തു കൂലി ലഭിക്കും? അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങളോട് പറയാം, നിങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ തക്ക ഇണയായിട്ട് ജീവിപ്പാൻ ഏറ്റവും നല്ലൊരു ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾ എന്നെ കേട്ടതിക്കൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതിയിടാം. കാരണം ഇതൊരു നിങ്ങളുടെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് പറയാനുണ്ടായ കാരണം വേറെ ഒന്നുമല്ല. ചില ആൾക്കാർ അപ്പോസ്തലനായ പൗലോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പല പുസ്തകങ്ങൾ ഇറക്കുകയും പല യൂട്യൂബ് ചാനൽ വഴി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങളുടെ പ്രവാചകനായിരിക്കുന്ന നിങ്ങളുടെ മുഹമ്മദിനേക്കാൾ നിങ്ങളുടെ പ്രവാചകന്റെ ഭാര്യമാരായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിലെ മാതാക്കളേക്കാൾ എന്തുകൊണ്ടും മൂല്യത കൂടുതലാണ് ആർക്ക്? മുസ്ലിങ്ങളായിട്ട് ഇപ്പൊ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള സ്ത്രീകൾക്ക്, മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് എല്ലാം കൊണ്ടും മൂല്യം. നിങ്ങൾക്കൊരിക്കലും മുഹമ്മദിൽ ഒരു മാതൃകയില്ല, മുഹമ്മദിന്റെ ഭാര്യമാരിൽ പോലും മാതൃകയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പരലോകം ലഭിക്കുവാൻ, നല്ലൊരു ജീവിതം ജീവിക്കാൻ ഏറ്റവും നല്ലത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിന്റെ നായനവും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ടെ എന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നെ കേട്ട പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക. ആ സ്നേഹത്തെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാമോ അത്രത്തോളം എടുക്കുക. ജീവനുള്ള ദൈവമായ ക്രിസ്തു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണും വരെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.